അതുപോലെ സെക്കൻഡ് സ്റ്റാൻസ ഈ പോയത്തിൻ്റെ രണ്ടാമത്തെ ഖണ്ഡികയിൽ പറയുന്ന രണ്ടാമത്തെ പദ്യശകലത്തിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ ഡ്രമാറ്റിക് ചേഞ്ച്. ഇതിന് എന്താണ് നാടകീയമായിട്ടുള്ളൊരു മാറ്റമുണ്ട് പ്രസൻസിൽ. ഇതിനെ കൃത്യമായി ഈ മൊമെൻറ്റ് മനുഷ്യൻ എന്ത് ചെയ്യുന്നത്, ഗ്രാവിറ്റേറ്റ് ടുവേഡ്സ് ദ നോഷൻ ഓഫ് ദി ഓണർഷിപ്പ്. അവർ സ്വന്തമായിട്ട് അവർ എന്താണ് ഇതിൻ്റെ എല്ലാ ഗുരുത്വാകർഷണങ്ങളും എല്ലാം ഈ നിമിഷം അവർ സ്വന്തമാണെന്ന് പറയുകയാണ്. നാച്ചർ ബിഗിൻ ടു റീകോയിൽ ഫ്രം ദ ഹ്യൂമൻസ്. ശരിക്കും ഇതിൻ്റെ തുടക്കമെന്ന് പറയുന്നത് എന്താണ്, റീകോയിൽ. മനുഷ്യനത് എന്ത് ചെയ്യുന്നു, പിൻവാങ്ങുകയാണ് ചെയ്യുന്നത്. എന്തിനാണ്? വിത്ഡ്രോവൽ ഹൈലൈറ്റ് ഓഫ് ദ എർത്ത് വൈൽ അറ്റാച്ച്മെൻറ്റ് ബിറ്റ്വീൻ ദ ഹ്യൂമൻസ് ആൻഡ് ദ എൻവയോൺമെൻറ്റുമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് മുൻകാലങ്ങളിൽ അവർ പിൻവലിക്കുകയാണ് ചെയ്യുന്നത്. ദ മൂമെൻറ്റ് ഹ്യൂമൻ ക്ലൈംസ് ഓണർഷിപ്പ് ഓഫ് ദെയർ സറൗണ്ടിങ്സ്. ഈ മൂമെൻറ്റ്സിൽ ഈ നിമിഷം എന്ന് പറയുന്നത് അവരുടെ സ്വന്തം അവകാശമാണ്. ഈ ഭൂമിയിലുള്ളതെല്ലാം ഇങ്ങനെ ട്രീസ് ലൂസൻ ദെയർ സോഫ്റ്റ് ആംസ് ദാറ്റ് പ്രൊട്ടക്റ്റീവ്ലി ഹോൾഡ് ദ ഹ്യൂമൻ എന്ന് വെച്ചാൽ ഇല്ല, അവർക്ക് മന്ത്രിക്കുന്നു, നിങ്ങൾക്കൊന്നും സ്വന്തമല്ല എന്താണ് പ്രകൃതി ലോകത്തെ സംഘടിപ്പിക്കുന്നിടത്തോളം ശരിക്കും ഈ ഇലകൾ, മരങ്ങൾ നിങ്ങളുടെ ചുറ്റുമുള്ള മൃദുവായ കൈകൾ അഴിച്ചു മാറ്റുമ്പോൾ നിങ്ങൾക്ക് ശ്വസിക്കാൻ കഴിയാത്ത അതേ നിമിഷം എന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ എന്ത് ചെയ്യാണ്, ഈ മരങ്ങൾ നിങ്ങളുടെ ചുറ്റുമുള്ള മൃദുവായ കൈകൾ അഴിച്ചു മാറ്റുമ്പോൾ, ശരിക്കും മരങ്ങളുള്ളതുകൊണ്ടാണ് നമുക്ക് ശ്വസിക്കാൻ പറ്റുന്നത്. ഈ മൃദുവായ കൈകളെ നിങ്ങൾ എന്താണ് നശിപ്പിച്ച് കളയുക, അഴിച്ചു മാറ്റുമ്പോൾ നിങ്ങൾക്ക് ശ്വസിക്കാൻ ആ നിമിഷം പറ്റാതെ വരുന്നു. മരങ്ങളെല്ലാം വെട്ടി നശിപ്പിച്ച് ആ നിമിഷം നമുക്ക് ശ്വസിക്കാം. പിന്നെ നമുക്ക് ശ്വസിക്കണമെങ്കിൽ ഓക്സിജൻ ഉണ്ടാകണമെങ്കിൽ മരങ്ങൾ വേണ്ടേ? പകൽ സമയങ്ങളിൽ ഇലകളിൽ എന്താണ് സൂര്യപ്രകാശത്തിൻ്റെ സഹായത്തോടു കൂടി ആഹാരം പാകം ചെയ്യുന്നു. ആ സമയത്ത് ഇവർക്ക് ഓക്സിജൻ പുറത്ത് വിടുകയാണ് ചെയ്യുന്നത്. ഗ്ലൂക്കോസ് ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത് ഓക്സിജൻ മരങ്ങൾ സഹായത്തോടെ ഫോട്ടോസിന്തസിസ് വഴി സൂര്യപ്രകാശ സംരക്ഷണം വഴി പുറത്ത് വിട്ടാണ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സഹായത്തോടു കൂടി ഒരു ആഹാരം ഇലകളിൽ പാകം ചെയ്യുന്നത്. അപ്പോൾ ആ ഓക്സിജൻ ഉണ്ടെങ്കിൽ മാത്രമേ മനുഷ്യന് ജീവൻ നിലനിൽക്കുകയുള്ളൂ. അപ്പോൾ അവരുടെ ഈ മൃദുലമായ കൈകളെ എന്ത് ചെയ്യാണ്, കരങ്ങളെ നിങ്ങൾ അഴിച്ചു മാറ്റുമ്പോൾ, നിങ്ങൾ വെട്ടി നശിപ്പിച്ച് കളയുമ്പോൾ നിങ്ങൾക്ക് ശ്വസിക്കാൻ കഴിയാത്ത അതേ നിമിഷമാണെന്നാണ് ഈ വരികളിൽ കാണിക്കുന്നത്. ശരിക്കും ഈ രണ്ടാമത്തെ ഖണ്ഡികയിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ദ ബേർഡ്സ് ടാക്ക് ബാക്ക് ദെയർ ലാംഗ്വേജ്, ദ ക്ലിഫ്സ് എന്താണ് the movement human climb ownership their surrounding the trees loosen their soft arms that the protectively hold the human എന്ന് പറയുമ്പോൾ, അപ്പം മൃദുലമായ കൈകളായ മരങ്ങളെ നിങ്ങൾ നശിപ്പിച്ച് കളയുമ്പോൾ നിങ്ങൾക്ക് ശുദ്ധമായ ആയി കിട്ടില്ല. അതേപോലെ തന്നെ ബേഡ്സുകളുടെ എന്താണ് ലാംഗ്വേജ്, അവരുടെ കിളിക്കൊഞ്ചലുകൾ നമ്മളെ പ്രകൃതിയിൽ പിന്നെ കേൾക്കാൻ കഴിയില്ല. The cliffs, fissures and the collapse themselves and their air itself move back like waves suffocating of humans. Present fictions of natural elements such as trees and cliffs exploit their agency and autonomy and their ability to respond to the human actions. The second stanza discusses the inherent human folly behind the notion of ownership. രണ്ടാമത്തെ സ്റ്റാൻസയിൽ പറയുന്നത് ഈ വ്യക്തിയെ ചുറ്റിപ്പറ്റിയുള്ള പ്രകൃതി പിൻവാങ്ങുന്ന ഒരു അസ്തിത്വമായി വ്യക്തിവൽക്കരിക്കുന്നു. ഒരു കാലത്ത് ആശ്വാസകരമായ കാഴ്ചയായിരുന്ന മരങ്ങൾ അവരുടെ സ്നേഹബന്ധങ്ങൾ പിൻവലിക്കുന്നു. ഒരിക്കൽ വ്യക്തമായ സുഹൃത്തുക്കളും വിശ്വാസതരുമായിരുന്ന പക്ഷികൾ ഇപ്പോൾ ഒരു അന്യഭാഷ സംസാരിക്കുന്നതായി തോന്നുന്നു. ഒരു കാലത്ത് സ്ഥിരതയുടെ ഉറവിടമായിരുന്ന ഉറപ്പായിരുന്ന പാറക്കെട്ടുകൾ ഇപ്പോൾ പ്രവചനാതീതമായി തകർന്നു വീഴുന്നതുമാണ്. ഒരു കാലത്ത് ഈ വ്യക്തിക്ക് ജീവൻ നിലനിർത്തിയിരുന്ന വായു ഇപ്പോൾ പാലായനം ചെയ്യുന്നു. ആദ്യമായി അവരുടെ ഭൂമി തൻ കാലുകുത്തിയപ്പോൾ അവർക്ക് മരങ്ങളിൽ നിന്ന് പാറക്കെട്ടുകളിൽ നിന്നും ആശ്വാസം കണ്ടെത്താമായിരുന്നു. അവർ ഉടൻ സ്വയം അകലം പാലിക്കാൻ ശ്രമിച്ചു. അതിൻ്റെ ഉടമയാണെന്ന് അവർ സ്വയം പ്രഖ്യാപിച്ച നിമിഷം അതെല്ലാം പോയി. മരങ്ങളും പക്ഷികളും പാറക്കെട്ടുകളും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നത് പോലെ ഈ വ്യക്തിക്ക് പക്ഷികളോ പാറക്കെട്ടുകളോ സ്വന്തമായിട്ടില്ല. ഇപ്പോൾ വീട് നിർമ്മിക്കപ്പെടുകയും ഉടമസ്ഥാവകാശം സ്ഥാപിക്കപ്പെടുകയും ചെയ്തതിനാൽ അവർ പ്രകൃതിയിൽ നിന്ന് പിൻവാങ്ങി, പ്രകൃതി അവരിൽ നിന്ന് പിൻവാങ്ങി എന്നാണ് രണ്ടാമത്തെ സ്റ്റാൻസയിൽ പറയുന്നത്.